വെൽക്കം ബാക്ക് ടു ജാസ് ഫോട്ടോഗ്രാഫി. എല്ലാവരും സുഖമായിരിക്കുന്നോ? വീണ്ടും മഴ തുടങ്ങിയല്ലോ. ഞാൻ ഷോർട്സൊക്കെ ഇടുമ്പോൾ ഈ അപ്പത്തിൻ്റെ കൂട്ട് കുറേ കൂട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ചെറിയ ഫാമിലിക്ക് ഒരു 10-12 അപ്പമൊക്കെ മതിയാവുമല്ലോ. അതിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. ഒപ്പം ക്യാൻസർ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ഒരു അപ്പച്ചട്ടിയും ഇതിൻ്റെ ഒപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ അതിനാൽ കാണണം. കൂട്ടുകാരെ, ഈ അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കിക്കേ. നല്ല ബ്രൗൺ കളറിലല്ലേ ഇരിക്കുന്നത്. അത് അരയ്ക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ കൂട്ട് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രൗൺ കളർ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ഇത് ഈ ചെറിയ കപ്പിന് 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. കുതിർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി തിരുമ്മിയിട്ട് വാഷ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം കുറച്ച് പച്ചരി പൊടിഞ്ഞ് വെള്ളത്തിലൊക്കെ കലങ്ങിപ്പോകും. 1.5-2 മണിക്കൂർ കൊണ്ടൊക്കെ പച്ചരി കുതിർന്ന് വരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 8-9 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ച് വെക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന അപ്പത്തിന് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുതൽ തന്നെയായിരിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് അടച്ചു വെക്കുക. ഫുൾ ടൈം നോക്കിക്കേ, 9:30 ആയിട്ടേ ഉള്ളൂ. 5:30-6 മണിയാകുമ്പോഴാണ് ഞാൻ ഇതിനെയും അരയ്ക്കാനായി എടുക്കുക. അതായത് 8 മണിക്കൂറിന് ശേഷം മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ടതിന് ശേഷമേ 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1.5 ടേബിൾ സ്പൂൺ ചോറും കൂടിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി 2 എടുക്കുന്നുണ്ട്. അത് പിളർന്നിട്ട് ഇതിനകത്തേക്ക് ഇടുക. 2 ചെറിയ വെളുത്തുള്ളി അല്ലിയും 1/4 ടീസ്പൂൺ ഉപ്പും ഒപ്പം 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഫൈനായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. വെള്ളം അരിയുടെ മുകളിൽ ജസ്റ്റ് വന്നാൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ കപ്പി കാച്ചുക എന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് 2 സ്പൂൺ അരിപ്പൊടി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കും. അതിലേക്ക് അരച്ച മാവ് ഒഴിച്ച് കലക്കി വെക്കും. ഇതിനാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. കപ്പി കാച്ചാനൊന്നും സമയം കളയേണ്ട പകരം 1.5 സ്പൂൺ ചോറ് ചേർത്താൽ മാത്രം മതി. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ അടപ്പ് തുറക്കുമ്പോഴേക്കും ഇതൊരു നല്ല സ്മെല്ലാണെന്നോ കപ്പലോടും. ഇത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, 1 നുള്ളു മതി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അത്രയേ വേണ്ടൂ. ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് വീണ്ടും ഇത് അടച്ചു വെക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയൊന്നും അല്ല, ഒരു സാധാരണ അപ്പച്ചട്ടിയാണ്. ഇത് ഞാൻ ഒരു മേളയിൽ നിന്ന് വെറും 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എണ്ണയുടെ യൂസ് കുറയ്ക്കാനായിട്ടാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി വാങ്ങിയത്. അത് വാങ്ങിച്ച് ഫെഡപ്പായതിന് ശേഷമാണ് ഇത് വാങ്ങിയത്. അപ്പത്തിൻ്റെ മാവ് പതഞ്ഞ് പൊങ്ങി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി നന്നായിട്ടിരുന്നാൽ മാത്രമേ സൈഡിലെല്ലാം നല്ല ഹോൾസും സെൻറ്ററിൽ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരികയും ചെയ്യുകയുള്ളൂ. അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കിക്കേ, നിറച്ചു ഹോൾസാണ്. അതുപോലെ തന്നെ ബ്രൗൺ കളർ, സെൻറ്റർ സോഫ്റ്റായി നന്നായി പൊന്തി വന്നിട്ടുമുണ്ട്. അരിയെ അരയ്ക്കുന്ന സമയം ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ സൈഡ് ബ്രൗൺ കളറിലാകുന്നത്. അല്ലെങ്കിൽ ഈ അപ്പത്തിൻ്റെ സൈഡ് ബ്രൗൺ കളറാകത്തേയില്ല, വൈറ്റായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഈ കൂട്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മുട്ടക്കറി. അപ്പവും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.